നിങ്ങൾ ചെയ്തേക്കുന്ന ഡിസൈൻ പെർഫെക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? പണി തുടങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും ഇതിന്റെ തെറ്റുകുറ്റങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതിൽ ഫർണിച്ചർ വെച്ചേക്കുന്ന സ്ഥലം ശരിയാണോ? കളർ കോമ്പിനേഷൻ ശരിയാണോ? ലൈറ്റ്നിങ് ശരിയാണോ? എന്തെങ്കിലും വ്യത്യാസങ്ങളോ, എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമായിട്ട് നിൽക്കും. ഇത് കൃത്യമായിട്ട് നമ്മൾ ചോദിക്കണമെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആർക്കിടെക്റ്റിനെ കാര്യങ്ങൾ കാണിച്ചിട്ട് വേണം നമ്മൾ ചോദിക്കാനായിട്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ടൂൾ ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഈ ടൂളിനോട് നമുക്ക് ചോദിക്കാനും അതിന് കൃത്യമായിട്ടുള്ള മറുപടി എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ, എക്സ്റ്റീരിയറിലാണെങ്കിൽ എക്സ്റ്റീരിയർ, ഗാർഡൻ ആണെങ്കിൽ ഗാർഡൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. തീർച്ചയായിട്ടും അത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള എന്തൊക്കെ രീതിയിലുള്ളതാണ് നോട്ട് വൈസ് നോട്ട് ആയിട്ട് 1, 2, 3 പറഞ്ഞ് സീരിയൽ വൈസ് ആയിട്ട് എഴുതിയിട്ട് ഇന്ന ഇന്ന മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നല്ലതാണെന്നുള്ള കൃത്യമായിട്ടുള്ള റെക്കമെൻഡേഷനും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ടൂളിന്റെ പ്രത്യേകത നല്ലതല്ല എന്ന് മാത്രമല്ല എഴുതുന്നത്. എന്തുകൊണ്ടാണ് അത് നല്ലതല്ലാതെ വരുന്നത്? ഇനി അത് എങ്ങനെയാണ് നമുക്ക് മെച്ചപ്പെടുത്താവുന്നതും നമുക്ക് പറഞ്ഞുതരും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ചിലപ്പോൾ നമ്മുടെ മനുഷ്യനെ പോലെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെ എഐക്ക് ഇതേപോലെ കാണാനും അതുപോലെ തെറ്റുകളുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നിങ്ങൾ ചെയ്ത വർക്കിനകത്ത് തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. വീട് പണി തുടങ്ങുന്നതിന് മുമ്പോ വീട് പണി തീരുന്നതിന് മുമ്പോ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾ വീട് നിർമ്മിച്ച് വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഫോട്ടോ ഇടുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കാൻ പറ്റും. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ആൻസർ എടുക്കുന്ന രീതിയിലേക്കാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ലിവിംഗ് റൂം ആണ് കൊടുത്തേക്കുന്നത്. ഈ ലിവിംഗ് റൂം കൊടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെ സജഷൻസ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ കണ്ടോ ആ ഇമേജിന്റെ അതിൽ ഫീഡ്ബാക്ക് എന്നോ ഈ ലിവിംഗ് റൂമിനെ പറ്റിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 7 കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞേക്കണത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ റൂമിനെ പറ്റിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതേപോലെ ചെയ്തു തരുന്ന രീതിയിലേക്കുള്ള ടൂളാണ് നമുക്ക് ഇതേപോലെ നമുക്ക് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഗാർഡനിങ്ങും നമുക്ക് ചോദിക്കാൻ സാധിക്കും എന്നതാണ് ഈ ടൂളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് നമ്മുടെ 13ാമത്തെ ടൂളാണ്. ഇതേപോലെ 24 ടൂളുകളുള്ളതാണ് നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിലാണ് കൊടുത്തേക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോയിലൂടെ ഡെമോൺസ്ട്രേഷനോടെ എങ്ങനെയാണ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ നോട്ട് കൂടി ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്ക് വരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ 24 ടൂളുകളും നിങ്ങൾക്ക് 7 ദിവസത്തെ ഫ്രീ ട്രയലിലൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് വെറും 400 രൂപയ്ക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യാനും 7 ഡേയ്സിന്റെ ഫ്രീ ട്രയൽ ചെയ്യാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ഇത് ലിമിറ്റഡ് സീറ്റ് മാത്രം ഉണ്ടാവും. ക്ലാസ് നേരിട്ട് കാണാം. താങ്ക് യു.